അൻവർ ആരാണ്? അൻവർ ഹരിചന്ദ്രനാണോ? അൻവർ ഹരിചന്ദ്രനല്ല. മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയുമോ? ഞാൻ എൻ്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാറ ലിയോണയിലാണ്. അതാ എവിടെയാണത്? അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ്. സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറ ലിയോണയിൽ 20,000 കോടി രൂപയുടെ ബിസിനസ്സിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ. ആ 20,000 കോടി രൂപയിൽ അൻവർ പറയുകയാണ് എൻ്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത്, അൻവറിൻ്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 4,000 കോടി രൂപയാണ്. 4,000 കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ 3 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏതു സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി 4,000 കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ്? മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം. ബിസിനസ് നടത്തിയിട്ട് കേരളത്തിൽ പലരും വലുതായിട്ടുണ്ട്. നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ എല്ലാം വാർത്തകൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു 2 പേജിൽ വേണ്ട 2 പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അപ്പൊ ആരുടെ പണമാണ് നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ വരെ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അൻവർ ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ പണമാണ് എന്നതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കരൻ, ജയിലിൽ പോയ കള്ളൻ ശിവശങ്കരനും കളവിന് നേതൃത്വം കൊടുത്ത ADGP അജിത് കുമാറും അൻവറും പിന്നെ കൊടുവള്ളിയിലെ വലിയ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള കാരാട്ട് റസാക്കും പിന്നെ ആദ്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് ഈന്തപ്പഴത്തിന്റെ കുരുകളഞ്ഞ് അവിടെ സ്വർണത്തിന്റെ കുരുവെച്ച് ഈന്തപ്പഴം എങ്ങനെ ഫലപ്രദമായിട്ട് രാജ്യത്തേക്ക് കൊണ്ടുവരാമെന്ന് റിസർച്ച് ചെയ്ത ജലീലും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘമാണ് കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയയ്ക്ക് നേതൃത്വം കൊടുത്തത്. അതിൽ മരുമകൻ റിയാസിനെ അൻവർ ഒന്ന് തലോടി വിടുകയാണ് ഉണ്ടായത്. അമ്മായി അച്ഛന് കഴുത്തുപോലും തിരിക്കാൻ സാധിക്കുന്നില്ല, നേരാം വണ്ണം ഒന്നും നടക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പിണറായി വിജയന്, അല്ലേ? മുഹമ്മദ് റിയാസിന്റെ അമ്മായി അച്ഛനല്ലേ? അദ്ദേഹത്തിന് നേരാം വണ്ണം ഒന്നും നിവർന്ന് നടക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹത്തിന് നോട്ട് കെട്ടുകൾ എണ്ണാൻ വയ്യ, കണക്ക് നോക്കാൻ വയ്യ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും കുടുംബക്കാരുമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? മിസ്റ്റർ അൻവർ, നിങ്ങൾ 4,000 കോടി രൂപ ഏത് രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണമാണ് നിങ്ങൾ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഏജൻസിയുടെ മുൻപാകെ വ്യക്തിപരമായി 3 ആഴ്ചക്കാലം മുമ്പ് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ട് മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അത് കഴിഞ്ഞ് പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന ഘടകം യോഗം ചേർന്നു. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഞങ്ങളുടെ നിലപാട് എന്താണ്? കേജ്രിവാൾ ആരായിരുന്നു? കേജ്രിവാളിന് മുനിസിപ്പാലിറ്റി വേണ്ട, ജില്ലാ പഞ്ചായത്ത് വേണ്ട, നിയമസഭ വേണ്ട, പാർലമെന്റ് വേണ്ട, ജനാധിപത്യം വേണ്ട, ഇതെല്ലാം തെറ്റാണ് എന്ന് പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരനെ പഠിപ്പിച്ചുകൊണ്ട് ഡൽഹിയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങുമാണ് തകർക്കാമെന്ന് തീരുമാനിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ബന്ധുവായിട്ടുള്ള ജോർജ് സോറസ്, ആ ജോർജ് സോറസിനെ പോലെയുള്ള ആളുകളെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രി പദവിയിലേക്ക് നരേന്ദ്രമോദി വരാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് നേതൃത്വം കൊടുത്ത അരവിന്ദ് കെജ്രിവാൾ. ആ കെജ്രിവാള് സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വലിയ വലിയ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ സംഘടനകളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി എന്നതിനെ കുറിച്ച് മാസങ്ങളോളം അന്വേഷിച്ചതിന് ശേഷമാണ് കേജ്രിവാൾ ജയിലിനകത്ത് പോയി കടന്നത്.
ആ കെജ്രിവാളിനെ അകത്താക്കിയില്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിലപാട് മാറ്റി. അവർ നിലപാട് മാറ്റിക്കൊണ്ട് കെജ്രിവാളിന് വേണ്ടി കരയുന്നത് നമ്മൾ കണ്ടു. അജയ് മാക്കന്റെ സ്റ്റേറ്റ്മെന്റ് തിരുത്തിയത് ഞാനും നിങ്ങളും കണ്ടു. ആ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയി മാസങ്ങൾ അന്വേഷണം വേണ്ടി വന്നു. ഇപ്പൊ പറയുന്നത് എന്താണ്? പിണറായി വിജയൻ അങ്ങനെ എന്ത് PR ഏജൻസി നടത്തിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ സ്വയം ചെയ്ത പദ്ധതികളും പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു.